ആദ്യമായിട്ടാണ് ചരിത്രത്തില് വിക്രമാദിത്യന് എനിക്കൊരു കേസ് തന്നിരിക്കുകയാണ്. വേതാളത്തിന് ഒഴിവാക്കണമെന്ന്. അതിന്റെ തീർപ്പ് ഉറപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത്. ഇനി ഇപ്പൊ ഇവരെവിടെ ആരും കാണുന്നില്ല. കൊട്ടാരം പോലത്തെ ഒരു കൊട്ടാരം പണിതിട്ട് ഈ കൊട്ടാരത്തിൽ ആരുമില്ല. കൊട്ടാരത്തിന്റെ ശൈലിയിൽ തന്നെ ഒന്ന് വിളിക്കാം. ആരെവിടെ? ഞാനാ ഷക്കീലല്ല, വക്കീലാന്ന്. ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. ടെൻഷൻ കൊണ്ട് വന്നല്ല, ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാന്ന്. അയ്യോ, ഫയല് മാറിപ്പോയില്ല. 10,000 കേസുകൾ ഞാൻ ബാധിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് എല്ലാ കേസും വട്ടം പൊളിഞ്ഞു പോയിട്ട് ഈ കേസെങ്കിലും എനിക്ക് വിജയിക്കണം, വിജയിച്ചേ പറ്റുള്ളൂ. ആ ഒരു ഫയൽ എടുത്തില്ല, കാറിലിരിക്കുന്ന എടുത്തിട്ട് പറ്റേ. പിന്നെ നിയമസഭയില്ലത് ഇവിടെ നിന്ന് ഇറക്കും. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവിടുത്തെ എന്റെ ജീവൻ പോയാൽ ഞാൻ ഇറങ്ങൂല. ഇവിടെ നിനക്കൊരു കാര്യം അറിയാം. ഇവിടെ ഞാനാണ് വേതാളമാവേണ്ടത്, നീ വെറും വിക്രമാദിത്യനാ. അതെന്നാ ലോജിക്കിനകത്ത പരിപാടിയാണ്. വിക്രമാദിത്യൻ എന്ന് പറയുമ്പോ തന്നെ പേരിന് തന്നെ ഭയങ്കര നീളല്ലേ? അത്രയും നീളം തന്നെ നിൽക്കൂട്ടല്ലോ. നോക്കിയേ, വേതാളം ചെറുതല്ലേ? നോക്കിയേ, വേതാളം എപ്പോഴും ചെറുതാണ്. എന്റെ പൊന്നു മോനെ, ഞാൻ ഇവിടുത്തെ ഇറങ്ങൂല. ഇറങ്ങില്ലെങ്കിൽ ഈ വാള് നിന്നോട് സംസാരിക്കും. അങ്ങ് പിന്നെ എന്റെ കത്തി എന്റെ മാങ്ങ കൂടെ നടക്കണോ? എന്നാ പിന്നെ എന്റെ ഗത എന്റെ മണ്ട അടിച്ച് പോളാക്കും. ഈ പഴം വെച്ചോടെ ഒറ്റയടി തലയ്ക്കുള്ള നിന്റെ തലച്ചോറുകൂടെ വെളിയിൽ വരും. ഒരു കാര്യം മഹേശ്വരി, മഹാകാളി, മഹാഗ്രാസ, എന്റെ ദൈവമേ, ദേവിയേ, ഞാനിപ്പൊ പ്രാർത്ഥിച്ചേ ഉള്ളു. ഈ കേസിൽ ഒരിക്കലും ഒരു തെറ്റും കാണിക്കല. ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണുങ്ങളെ രാത്രി 12 മണിക്ക് വിളിച്ച് ഞാൻ ശല്യം ചെയ്യല. എന്നെ പൊറുക്കണം. ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ? വാളൂരാനാണ് സുഹൃത്തെ. ഇയാള് വാളൂര് ഉറയിലിടുവോ? അതല്ല ഇവിടുത്തെ വിഷയം. എന്നാ സംഭവം എന്നാ? താൻ ആരാന്നാ ചോദിച്ചത്? ഇവിടെ കോട്ടിട്ടിരിക്കണില്ല, വക്കീലാണെന്ന്. വക്കീലാണല്ലോ. വക്കീലാണ്. വാദിയും പ്രതിയെ ഒരു കൂട്ടി നിർത്തി വാദിക്കുന്ന ഏതെങ്കിലും വക്കീലിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഞാൻ വാദിയാണ്, ഞാനാണല്ലോ കേസ് തന്നത്. ഇതാണ് പ്രതി. ഇവൻ അങ്ങോട്ട് മാറ്റി കെട്ടി അത് ശരിയാണല്ലോ. അങ്ങോട്ട് മാറ്റി കെട്ടാൻ പറ. ഇതന്നെ പശുവോ? ഇവനെ കൊറേ കാലം കൊണ്ട് വേണ്ട കേസ് ഞാനാ ജയിക്കുള്ളൂ കേട്ടോ. അത് നമ്മൾ തീരുമാനിക്കടാ. ഇവിടെ നിക്ക്. ഇവനെ തരാടാ. ആദ്യമായിട്ടാണ് ഇതുങ്ങളെ രണ്ടിനും നേരിട്ടൊന്നും നമ്മൾ കാണുന്നത്. ഇത് തന്നെയല്ലേ വിക്രമനും മുത്തുവിന്റെ വീട്? വിക്രമനും മുത്തു? വിക്രമനും മുത്തു അല്ല, വിക്രമാദിത്യനും വേതാളവും ആണ്. വേതാളം മിസ്റ്റർ പാതാളം. പാതാളോ? എടാ, അത് കളമശ്ശേരിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലം. എന്റെ പേര് വേതാളം. വേതാളം? ഈ വേതാളം എങ്ങനെയാണ് പേര് വന്നത്? പറഞ്ഞുതരാം. കണ്ടവന്റെ മുതുകത്തേറിയിരുന്ന് ആവശ്യമില്ലാതെ താളം വിടുന്ന ഇവനെ വേതാളം എന്നല്ല, അവനെ ഞാൻ നാസിഡോളെന്ന് വിളിക്കൂ. വെറുതെ അവിടെ കയറിയിരിക്കുന്നല്ല, 100 കൂട്ടം പണിയുണ്ട്. ഒന്നാമത്തെ തന്നെ ഈ ചങ്ങാതിയുടെ തലയിൽ മൊത്തം പേനാന്നേ. ഈ മൊത്തം പേന അവിടെ ഇരുന്ന് കൊല്ലണം. പിന്നെ കുളിക്കാൻ നേരത്ത് മുതുക് തയ്ച്ചു കൊടുക്കണം. ഇതും പോരാണ്ട് രാത്രി കിടക്കാൻ നേരത്ത് പുള്ളിക്ക് മുതുകുവേദന. മറ്റേ സിൽക്ക് സിനിമ മോഹൻലാലിനെ ചവിട്ടി തിരുമണ മാതിരി 7 മല പൂഞ്ചോലം പറ്റിട്ട് ഈ ചവിട്ടി തിരുമണ. ഇതൊക്കെ ജോലിയല്ലേ ഇത്? നീ എന്നെ കുളിപ്പിക്കുന്ന കാര്യമൊന്നും പറയല്ലേ. ഇവൻ മെനങ്ങാൻ എന്റെ മുതുകത്തേറിയിരുന്ന് എനിക്ക് സോപ്പ് തേച്ച് വന്നിട്ട് മൊബൈലിൽ വീഡിയോ എടുത്തേക്കുന്ന എന്റെ കുളിസീന് അത് FB പോസ്റ്റ് ചെയ്തവൻ. വൈകുന്നേരമായപ്പോ 1 മില്യൺ വ്യൂവേഴ്സ് അതിന്. അതെല്ലാം പോട്ട് ഒരു കല്യാണാലോചന എനിക്ക് നടക്കുന്നില്ല ഇതുവരെ, അറിയാവോ? ഓരോ വീട്ടിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും പെണ്ണിന്റെ അമ്മയും അച്ഛനും എല്ലാം പറയുന്നു ഒരു കുഞ്ഞുള്ള പയ്യനെ അവർക്ക് വേണ്ടെന്ന്. മിസ്റ്റർ വിക്രം, വിക്രമാദിത്യൻ, നോം വിക്രമാദിത്യൻ. ഓഹോ, ആദ്യത്തെ വിക്രം നിങ്ങളാണല്ലോ. രണ്ടാമത്തെ വിക്രം ഞാൻ കണ്ടാണ്, കമലഹാസനാണ് അതിൽ അഭിനയിച്ചത്. അതിൽ പുള്ളി ലാസ്റ്റ് ബൈക്കിൽ വിക്രം ഇങ്ങനെ ഒരു പോക്കുണ്ട്. ആ വിക്രമല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കോ. ഇത് വിക്രമാദിത്യ മഹാരാജാവ്, ഉജ്ജയിനി കൊട്ടാരത്തിലെ വിക്രമാദിത്യ മഹാരാജാവാണിത്. അതെ. അപ്പൊ പ്രത്യേകിച്ച് കേസ് എന്ന് പറഞ്ഞാൽ ഇവന് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ എന്താണ് ഒരു മാർഗം? ഒഴിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണ. പിന്നെ അതിലും ബെസ്റ്റ് ഒരു സാധനമുണ്ട്, പറഞ്ഞോട്ടെ? ബാലസുധ. ഒഴിച്ചങ്ങോട്ട് കൊടുത്താൽ സെക്കൻഡിനുള്ളിൽ പരിപാടിയോടാണ്. അതല്ലെന്ന് പിന്നെന്താണ്? വല്ലാത്തൊരു തലവേദനയാണെന്നേ. പറയണ്ടേ തലവേദനയാണെന്ന്?
എന്തേലും കോടാലിത്തൈലം ഉണ്ട്, എടുക്കട്ടെ? എന്തിന്? തലവേനൊക്കെ ബെസ്റ്റാന്ന്. ആ ഇയാൾ വക്കീലാണോ അതോ മരുന്ന് കച്ചവടക്കാരനാണോ? അതല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ ഇയാൾക്ക് തൈലം വേണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കണോ എന്നെ വിളിച്ചു? എടോ ഞാനൊരു കേസ് കാര്യം പറഞ്ഞുതരാം. ഞാനിവിടെ ഈ കൊട്ടാരത്തില് 110 ഡിഗ്രി പനിയായിട്ട് കിടന്നപ്പോ ഇവന് അന്നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന്. പനിയായിട്ടിരിക്കണ പുള്ളിയുടെ മേളിൽ കയറിക്ക എന്നെ ചൂടാ തരമോ? പാറപ്പുറത്തിരിക്കണ വരെ ഇരിക്കണം, പിന്നെ മനുഷ്യന് തണുപ്പ് കൊണ്ടായി. അതെല്ലാം പോട്ടെ, ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ വേണ്ടി വ്രതം എടുത്ത് നിൽക്കുമ്പോ അന്നേരം ഇവന് ചിക്കൻ ബിരിയാണി തിന്നണം. അവൻ ചിക്കൻ ബിരിയാണി കഴിക്കണം, നിങ്ങൾക്ക് എന്താണെന്ന്? അവൻ കഴിക്കുകയാണെങ്കിൽ സ്മെല്ല് എനിക്കല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് അമ്പലത്തിൽ പോണ കാര്യം പറയരുത്. ഈ പുള്ളി എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിട്ട് ശയനപ്രശ്നം ചെയ്യുന്നു. അത് ചെയ്യട്ടെ, നല്ല കാര്യമല്ലേ? നിങ്ങക്ക് ഇതിന്റെ അടി കിടന്ന് ഗ്രിൽഡ് ചിക്കൻ പോലെ കറങ്ങിക്കൊണ്ടിരിക്കണ ഞാനല്ലേ, പിന്നെ എനിക്ക് വേദന എടുക്കൂലേ? എല്ലാം വിടാം. ഇവൻ എന്ന് എന്റെ കൂടെ വന്നു അന്നോട്ട് ഞാൻ ഇവന്റെ കൂടെ പറയാണ് 1ഉം 2ഉം പുറത്തായിരിക്കണമെന്ന്. അക്ഷരം പ്രതി ഞാൻ അനുസരിക്കുന്നുണ്ട്. 1, 2 പുറത്ത് തന്നെ. അല്ല, പുറത്താണെന്നാണല്ലോ പുള്ളി പറയണത്. എന്റെ പുറത്ത് സ്പ്രേ വാങ്ങി ഞാൻ മുടിയാറായി, മനസ്സിലായില്ലേ? എന്തിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞ പുള്ളിയെ ജയിക്കുള്ളൂ കേട്ടോ ഈ കേസിൽ, ഞാൻ ഉറപ്പ് പറയാം. എങ്ങനെയെങ്കിലും ഇവനെ പോവാൻ പറയാം. അതല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെങ്കിലും ഒഴിഞ്ഞു മാറിയെങ്കിൽ അയാൾക്ക് ഒരു പെണ്ണ് കെട്ടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് പെണ്ണ് വേണ്ടാത്ത പോലെ തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അയാൾക്കൊരു പെണ്ണ് കെട്ടണ്ടേ? ആരാ പറഞ്ഞ എനിക്ക് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞു? ഞാൻ പെണ്ണ് കെട്ടിയതാന്ന്. പെണ്ണ് കെട്ടിയെന്നാ? പിന്നെ പേരെന്നാ? വേതാളി. വേതാളിയാ? ഒരു കൊച്ചുണ്ട് അതിനകത്ത്, മാതാളി. അച്ഛന്റെ പേരെന്തായിരിക്കും? ബംഗാളി. എല്ലാ കേസായിട്ടും വിട്. നിങ്ങൾക്ക് ഈ ഭക്തിപരമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ? എനിക്കൊന്നുമില്ല. ഇവന് വേദാള ലോകത്ത് എന്തോ ഭക്തി ഭജന സംഘം എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഈ പുള്ളി വ്രതം എടുക്കാന്ന് പറഞ്ഞു. അതിനെന്നെ കുഴപ്പം? ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ചിന്തുപാട്ട് പാടി ഭക്തി നിർഭരമാക്കി ആനന്ദത്തിൽ ആറാടിക്കും. ചിന്തുപാട്ടാ? അതെങ്ങനെയാണ്? വേതാളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോകത്തെ ശ്രീ വേതാള ചിന്തു സംഘത്തിന്റെ ആശാനാ ഞാൻ. വേതാള ചിന്തു സംഘം അങ്ങനെയൊക്കെ ചിന്തുപാട്ട് പാടുവാ? ചിന്തുപാട്ട് പാടുമെന്നോ? എപ്പ പാടിന്ന് വെച്ചാ പോരെ? അത് രണ്ടുപേരും കാച്ചിക്കാലോ. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. തന്തിന്നെ താനിന്നെ തന്നാന താനെ, തന്തിന്നെ താനിന്നെ തന്നാന. 10 വെളുപ്പിന് കല്യാണത്തിന് തന്തിന്നെ താനിന്നെ തന്നാന. വില്വാദ്രിനാഥൻ വില്വാദിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. തന്തിന്നെ താനിന്നെ തന്നാന താനെ, തന്തിന്നെ താനിന്നെ തന്നാന. ഞാൻ മിക്കവാറും പറഞ്ഞ തരിഞ്ഞ കേട്ടാ. കുറെ നേരം ഇവിടെ കിടന്നിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് മറന്ന്. ഒരു കാര്യം ഞാൻ ചോദിക്കാണ്, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ മരത്തിലേക്ക് കയറാൻ പാടില്ലേ? എന്റെ പട്ടി പോവും. എന്താ? ഞാൻ ഒരു തവണ ഇവിടുന്ന് പിടങ്ങി പോയതാ. എന്താ? അവിടെ ചെന്ന് ഒരു മുട്ടക്കാട്ടി വവ്വാല എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചുണ്ട് കടിച്ച് കാണിക്കാ. പിന്നെ എന്റെ ഉയിരും കൊണ്ട് ഞാൻ പോയി അവിടുന്ന്. എന്താ പ്ലാൻ എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്റെ പ്ലാൻ മാസം 359 രൂപ, 2 GB ഫ്രീ ആണ്. രാത്രി ഞാൻ ഞെട്ടി കയറി തകർക്കും. എടോ, തന്റെ മൊബൈലിലെ പ്ലാന്റെ കാര്യമല്ലേ ചോദിച്ചത്? ഇന്ത്യ ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ രക്ഷപ്പെട്ട് എന്റെ കേസും തീർന്ന് വക്കീലിന്റെ ഫീസുമായി. ഇന്ന് ഇതിനെ ഇറക്കി എനിക്ക് കോടതി പോണോന്ന്. നിങ്ങൾ കൊണ്ട് ഒരു കോർട്ട് വിട്ട് നിങ്ങൾ കോടതി കൊണ്ട് വെക്കോളാം. എനിക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതിനെ എങ്ങനെങ്കിലും ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചാ ഞാൻ ഒഴിവാക്കാം. എന്റെ കയ്യിൽ മോനെ അങ്ങനെയൊന്നും ഇറങ്ങില്ല മോനെ. എന്താ? ഞാൻ പറയണ ഒരു കാര്യം സാധിച്ചു തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. നീ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. എന്ത് വേണം നിനക്ക്? ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാതെ കേട്ടോ, എന്റെ പൊന്നും മനുഷ്യനെ, എന്റെ ദൈവമേ, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പറയാത്ത ഒരു കോമഡി സ്കിറ്റ് കാണിച്ച് തരുവാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പൊക്കോളാം.